ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഈ ദിവസത്തെ വാർത്തകളിലേക്ക് പോവുകയാണ്. നിയമസഭാ സമ്മേളനം ഇപ്പോൾ ബജറ്റ് സമ്മേളനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ബിൽ പാസാക്കിക്കൊണ്ടായിരിക്കും സഭ പിരിയുന്നത്. അത് സ്വകാര്യ സർവകലാശാല ബില്ലാണ്. അതാണ് നിയമസഭയിൽ നിന്ന് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൊടുപുഴയിലെ ബിജു ജോസഫിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറേ വാർത്തകൾ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ക്രൂരമായി അതൊരു കൊലപാതകത്തിലെത്തിയത് എന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വിശദമായി കടന്നു ചെല്ലും. ആശമാരുടെ സമരം തുടരുകയാണ്, അവരുടെ നിരാഹാര സമരം തുടരുകയാണ്. ഇതിനൊക്കെ ഉപരി ഇന്ന് യാക്കോബായ സഭയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. യാക്കോബായ സഭാധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇന്ന് സ്ഥാനമേൽക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശുശ്രൂഷകൾ തുടങ്ങുക രാത്രി 8-ന്. പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികനാകും. ശുശ്രൂഷകൾ സെയിന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ. സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് നിയമസഭ പാസാക്കും. ഇന്നലെ ചർച്ച പൂർത്തിയാക്കി. ഭേദഗതികൾ കൂടി പരിഗണിക്കും. സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. വാളയാറിൽ MDMAയുമായി അമ്മയും മകനും പിടിയിൽ. പിടിച്ചത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 ഗ്രാം MDMA. ഇരുവർക്കുമൊപ്പം സുഹൃത്തുക്കളും പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടിയിൽ വാഹന പരിശോധനയ്ക്കിടെ 29 ഗ്രാം ബ്രൗൺ ഷുഗർ പിടിച്ചു. തൊടുപുഴയിലെ വ്യവസായി ബിജുവിന്റെ കൊലപാതകത്തിലെ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെത്തി. 3 പ്രതികളെയും ഇന്ന് തെളിവെടുപ്പിനെത്തിക്കും. മുൻ നേതൃത്വത്തെ തിരുത്തുകയല്ല തന്റെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP കേരളത്തിൽ മുന്നോട്ട് വെച്ച നല്ല ആശയങ്ങളുടെ തുടർച്ചയുണ്ടാകും. ആശാ സമരം തീർക്കാൻ കേന്ദ്രത്തിൽ നേരിട്ട് ഇടപെടാമെന്നും BJP അധ്യക്ഷൻ ന്യൂസ് 18നോട്. ആശാവർക്കർമാരുടെ സമരം 44-ാം ദിവസം. നിരാഹാര സമരം തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് INTUC മാർച്ച്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. ഫോൺ കോൾ രേഖകൾ പരിശോധിക്കും. മൃതദേഹം കണ്ടെത്തിയത് ചാക്കയിലെ റെയിൽപാളത്തിൽ. IPL-ൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. 1 വിക്കറ്റിന്റെ ജയം. 3 പന്ത് ശേഷിക്കെ. പഞ്ചാബ് കിങ്സ് 11-ഉം ഗുജറാത്ത് ടൈറ്റൻസും ഇന്ന് ഏറ്റുമുട്ടും. വിശദമായ വാർത്തകൾ നോക്കാം. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വഴിയൊരുക്കുന്ന ബിൽ ഇന്ന് നിയമസഭ പാസാക്കും. ബില്ലിലെ ചർച്ച ഇന്നലെ പൂർത്തിയായിരുന്നു. ഏതാനും ഭേദഗതികൾ കൂടി മാത്രമേ ഇനി പരിഗണിക്കാനുള്ളൂ. സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിയാത്മകമായ ഒരു സഭാ സമ്മേളനമാണ് ഇപ്പോൾ ഇന്ന് പൂർത്തിയാകാനിരിക്കുന്നത്. മയക്കുമരുന്നിനെതിരെയൊക്കെ ഒറ്റക്കെട്ടായി ഒരു സഭയുടെ വികാരമുണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ അവസാന ദിവസം ഏറ്റവും നിർണായകമായ ഒരു ബിൽ കൂടി പാസാക്കിയാണ് സഭ പിരിയാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ പുതിയ കാലഘട്ടത്തിൽ വിപ്ലവകരമായ ഒരു കാര്യം തന്നെ എന്ന് നമുക്ക് പറയാം. സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ബില്ലാണ്. അത് വലിയ തോതിൽ ചർച്ച നടന്നിരുന്നു. ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ചർച്ച, ക്രിയാത്മകമായ ചർച്ച തന്നെയാണ് നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ സർവകലാശാലയെ തടയുന്ന തരത്തിലുള്ള നീക്കം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ
പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇടത് യുവജന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ എതിർത്തിരുന്ന ഒരു കാര്യമാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണണം. പ്രത്യേകിച്ച് AI യുഗത്തിലേക്ക് ലോകം കടക്കുമ്പോൾ അതിനനുസരിച്ച് കേരളത്തിനും മാറ്റമുണ്ടാകണം എന്ന ഒരു ചിന്ത തന്നെയാണ്. പക്ഷേ ഇതിൽ ഭേദഗതികൾ ധാരാളമായി പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. അതിൽ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ, അത് പ്രത്യേകിച്ച് അവർക്ക് ഫീസ് ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഭേദഗതികളായി കൊണ്ടുവന്നത്. പക്ഷേ അത് സർക്കാർ വോട്ടിനിട്ട് തള്ളിയിരുന്നു. കാരണം ഇതിൽ തന്നെ 40% സംവരണം പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ 40% സംവരണത്തിനുള്ളിൽ വരുന്നു എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നെങ്കിലും ആ ബില്ല് പാസ്സായിരുന്നില്ല, സമയക്കുറവുണ്ടായിരുന്നു. ഏതാണ്ട് 1000-ലധികം ഭേദഗതികളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വന്നത്. അതിന്മേലുള്ള കുറേയധികം കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും മറ്റുള്ളവ ചർച്ച ചെയ്ത് പിന്നീട് ഒഴിവാക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഈ സുപ്രധാനമായ ബില്ല് വരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ ഈ ബില്ലുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തു. അദ്ദേഹം നൽകുന്ന അഭിമുഖങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലൊക്കെ തന്നെ ഈ നൂതനമായ പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ട, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇവിടെ ഈ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. യുവാക്കൾ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ പഠന സംവിധാനം കേരളത്തിൽ തന്നെ ശക്തമായി വരണം എന്ന ഒരു കാര്യം, അതും നൂതനമായ പഠന സമ്പ്രദായങ്ങൾ, വിദേശ സർവകലാശാലകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വിദേശത്തേക്ക് പോകാതെ ഇവിടെ തന്നെ അതിനുള്ള സാധ്യതകൾ. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം മുന്നിൽ പറഞ്ഞൊരു കാര്യം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും വ്യവസായ അന്തരീക്ഷവും നിക്ഷേപവും ഉള്ളിടത്തേക്ക് യുവാക്കൾ പോകും. അത് കേരളത്തിലുണ്ടെങ്കിൽ യുവാക്കൾ ഇവിടേക്ക് വരും, അല്ലെങ്കിൽ അത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകും. അതും ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ഈ ആലോചിച്ച് തുടങ്ങിയ ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു ആശയം, ഇതെല്ലാം തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോലും ആ തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വളരെ നേരത്തെ നമ്മൾ എതിർത്തിരുന്ന കാര്യത്തെ ഇപ്പോൾ കൊണ്ടുവരുന്നതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഏതാണ്ട് ഒരേ സ്വരത്തിൽ അവർ ഏകാഭിപ്രായത്തിലേക്ക് വരുന്നു. പക്ഷേ ചില നടപ്പാക്കുന്ന കാര്യങ്ങളിലെ വ്യത്യസ്ത നിലപാടുകളാണുള്ളത്. അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് സർക്കാർ കരുതുന്ന ഏറ്റവും സുപ്രധാനമായ ബില്ല് ഇന്ന് സഭയിൽ പാസ്സാവും. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ ഒരു ബില്ല്, ഒരുപക്ഷെ കേരളത്തിന്റെ CPM സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ ഭരിക്കുമ്പോൾ ഒരു സുപ്രധാനമായ ചുവടുവയ്പ്പാണ് സ്വകാര്യ സർവകലാശാല ബിൽ. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CPM-ഉം LDF-ഉം അവരുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇനി അത് കാരണം ഔപചാരികമായി ആ ബില്ല് പാസ്സാവുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ഫോൺ കോൾ രേഖകൾ അടക്കം വിശദമായി പരിശോധിക്കും. ഇന്നലെ തിരുവനന്തപുരം ചാക്കയിലെ റെയിൽ പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. DV വിനോദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. വിനോദ്, 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥ, അതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു എന്നത് നമ്മളെയൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നറിയാൻ പ്രധാനമായും ഒരു തെളിവ് ഫോണാണ്. പക്ഷേ ആ ഫോൺ ചിന്നിച്ചിതറുകയും ചെയ്തു. ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ, IB ഉദ്യോഗസ്ഥ, അവർ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. 24 വയസ്സുകാരിയാണ്. പത്തനംതിട്ട സ്വദേശിയാണ് മേഘ. ഈ സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസം മേഘ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. അത് എന്താണ് കാരണം എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ മേഘ 1 വർഷം മുൻപാണ് ഈ സർവീസിൽ പ്രവേശിക്കുന്നത്, ജോലിയിൽ പ്രവേശിക്കുന്നത്. 24 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി, രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ താമസിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിയതായിരുന്നു.
പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അത് പൊതുവെ അവിടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിജനമായ സ്ഥലമാണ്, കാട് കയറിയ സ്ഥലമാണ്. പലപ്പോഴും ആത്മഹത്യകൾ അവിടെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യകൾ പലതും അവിടെ നടന്നിട്ടുണ്ട്. ഈ ട്രാക്കിലൂടെ മേഘ നടക്കുന്നത് കണ്ടവരുണ്ട്. ഈ ട്രെയിൻ വരുമ്പോൾ പാളത്തിന് കുറുകെ കിടന്നു എന്ന ചില മൊഴികളും പോലീസിന് ലഭിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നു പോയി, ചിന്നിച്ചിതറിപ്പോയി. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഫോൺ കോൾ അടക്കമുള്ള കാര്യങ്ങൾ, ആരോടൊക്കെയാണ് സംസാരിച്ചിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാകും ഇത്തരം നടപടികളിലേക്ക് കടക്കുക. ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളോടൊപ്പം അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ പ്രധാനം മൊബൈൽ ഫോണാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളുടെ മൊഴിയാണ്. എന്ത് കാര്യത്തിനാണ് ഈ മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ സഹപ്രവർത്തകരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പത്തനംതിട്ടയിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മകളാണ് മേഘ, 24 വയസ്സുകാരിയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനോദിൽ നിന്ന് തേടാം. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാരം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധ സമരം ഇന്ന് 44ാം ദിവസത്തിലാണ്. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ കൂട്ട ഉപവാസം നടന്നു. അതിനിടെ ഈ SUCI നേതൃത്വം, ഒരു പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം കേൾക്കുന്നത് SUCIക്കാണ്. SUCI ആണ് ഈ സമരം നടത്തുന്നത്, ആ രീതിയിലൊക്കെ. ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഔദ്യോഗിക വിശദീകരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനോദ്, ഈ SUCI നയിക്കുന്ന അതാണ്, ഇത് യഥാർത്ഥ ആശമാരല്ല. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സമരത്തെ തന്നെ തള്ളിക്കളയാൻ സർക്കാർ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് LDFും CPM ഒക്കെ ശ്രമിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ അവരൊരു ഔദ്യോഗിക വിശദീകരണം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നത് SUCI ആണ്. കാരണം ഈ ഇടതുവിരുദ്ധ ശക്തികൾ ഇതിന് പിന്നിലുണ്ട്, ഈ സമരത്തിന് പിന്നിലുണ്ടെന്ന് തുടക്കം മുതൽ സർക്കാർ പറയുന്നതാണ്. മാത്രമല്ല, അവിടെ സമരമിരിക്കുന്നതിൽ ഒരു വ്യക്തി SUCI നേതാവിൻ്റെ ഭാര്യയാണ്. അവരാണ് ഈ സമരം ആസൂത്രണം ചെയ്യുന്നതും ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവുമെന്ന് സർക്കാർ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ആരോപണം വന്നതാണ്. CIT ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വരുമ്പോൾ CIT നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞ കാര്യവും ഇതുതന്നെയാണ്. SUCIയുടെ ഒരു ഇടപെടലാണ്. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് നേരെ അതെല്ലാം തിരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാതെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് പരിഗണിക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യാതെ, അത് മനസ്സിലാകാത്തതല്ല, അങ്ങനെ മനസ്സിലാകാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടാണ്. SUCI നേതൃത്വമാണ് ഇതിന് പിന്നിൽ. ഈ സർക്കാർ ഇടത് വിരുദ്ധ ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ അവഗണിക്കുന്നതിന് ഒരു കാരണമായി, അല്ലെങ്കിൽ ഈ സമരം തീരാതെ പോകുന്നതിന് ഒരു കാരണമായി സർക്കാർ പറയുന്നത് അതാണ്. അവഗണിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് സർക്കാർ ചർച്ചകൾ നടത്തിയിരുന്നു, പക്ഷേ ഇതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് കൃത്യമായി ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്ക് കൂടി ഈ സമരത്തെ കാണുന്നത്. അവിടെയാണ് ഈ SUCIയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് പല സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന ആക്ഷേപം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ആരൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? ഇത്തരം കാര്യങ്ങളിലടക്കം ഒരുപക്ഷെ ഈ മറുപടി ഉണ്ടാകും. അത് SUCIയുടെ ഭാഗത്തു നിന്നല്ലെങ്കിൽ കൂടി സമരക്കാരുടെ ഭാഗത്തു നിന്നുകൂടി അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് INBC നേതൃത്വത്തിലുള്ള മാർച്ച് ഉണ്ടായേക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ കാര്യത്തിൽ അതിൻ്റെ ഒരു സാധ്യതകൾ തുടരുകയാണ്. നേരത്തെ പോയെങ്കിലും കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നു. ഇന്ന് സഭാ സമ്മേളനം തീരുകയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് പലകുറി പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഇതേ വിഷയം ഉന്നയിച്ചു. മാത്രമല്ല, UDF MLA മാർ ഒന്നടങ്കം സഭ ബഹിഷ്കരിച്ച് സമര രംഗത്തേക്ക് സമരവേദിയിലേക്ക് എത്തുകയും ആശമാർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. VD സതീശൻ പലതവണ വന്നിരുന്നു. VM സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം പലതവണ വന്നിരുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, BJPയും ഈ കാര്യത്തിൽ പിന്നിലല്ലായിരുന്നു. സമരക്കാർക്ക് പിന്തുണ നൽകുന്നതിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒരു കോണിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സുരേഷ് ഗോപി പലതവണ അവിടെ വരികയും മഴയത്ത് ആശമാർക്ക് കുട നൽകുകയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ പൊങ്കാല വസ്തുക്കൾ അവർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുകയും ഒക്കെയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും സമരത്തെ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ പ്രതിപക്ഷവും BJPയും
ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അവിടെ സർക്കാരിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചു. ഏതായിരുന്നാലും ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. സമരം 46-ാം ദിവസത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആരോപണം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടത് അവരാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാവുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വി വിനോദാണ് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. യാക്കോബായ സഭയ്ക്ക് പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവ. പുതിയ ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണം ഇന്നാണ്. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്ക് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ചടങ്ങുകൾ. പരിശുദ്ധ ഇഗ്നാത്തിയോസ് സപ്രീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, കേരളത്തിൽ നിന്നടക്കം ഒരു വലിയ സംഘം പോയിട്ടുണ്ട്. ആ സംഘത്തിന്റെ കൂടി സാന്നിധ്യത്തിലാണ് പുതിയ ബാവയെ തെരഞ്ഞെടുക്കുന്നത്. എപ്പോഴൊക്കെയാണ് ചടങ്ങുകൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, വൈകുന്നേരം 5 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഇത് സ്ഥാനാരോഹണം നടക്കുക 8:30-നായിരിക്കും. അതിൻ്റെ ശുശ്രൂഷകൾ 8:30-നായിരിക്കും നടക്കുക. ഇത് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ പാത്രിയാർക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലായിരിക്കും ഈ ചടങ്ങുകൾ ആരംഭിക്കുക. കേരളത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി പി രാജീവും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള ചില കേരളത്തിൽ നിന്നുള്ള MP-മാരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇന്നലെ തന്നെ ആ രീതിയിലുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പുത്തൻകുരിശും പള്ളിയിൽ നിന്നുള്ള മഹത് വ്യക്തികളും അങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം തന്നെ യാത്ര തിരിക്കുന്ന സാഹചര്യമായിരുന്നു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് സപ്രീം തൃതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നിർവഹിക്കുക. സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനോ പ്രതിനിധിയോ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 8-8:30 മണിയോടുകൂടി തന്നെ അദ്ദേഹം സ്ഥാനാരോഹണമേൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം നാളെ അവിടെ ഒരു യോഗം കൂടി ചേരുന്നുണ്ട്. ഞായറാഴ്ചയായിരിക്കും അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് എത്തുക. കേരളത്തിൽ വരുന്ന അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി വലിയ ഒരുക്കങ്ങളും പുത്തൻകുരിശിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സമ്മേളനം കൂടി ചേരുന്നുണ്ട്. ആ സമ്മേളനത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം സ്ഥാനാരോഹണം ഏൽക്കുന്നതിന് പിന്നാലെ ഈ സഭാ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെ അദ്ദേഹം സ്ഥാനമേറ്റ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാണുന്നത്. കാരണം ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ വരെ ഈ ഒരു കേസുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും അത് പരിഹരിക്കാതെ പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനാരോഹണം ഏൽക്കുന്നതിന് പിന്നാലെ ഒരു സമാധാനപൂർണ്ണമായി തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹവും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. ശ്രീജ. ശരി നവമി, മറ്റ് ചില വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി നവമി നൽകും. ഒന്ന്, ഇലന്തൂർ നരബലി കേസ് ഏറെ പ്രമാദമായ ഒരു കേസാണ്. നമ്മളൊന്നും മറക്കില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനൊരു കുറ്റകൃത്യം നമ്മൾ കേട്ട് പരിചയമുണ്ടായിരുന്നില്ല. ഈ നരബലി കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും. പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണ് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിയതെന്നാണ് പ്രതികളുടെ വാദം. നവമി, ഈ കേസിൽ പക്ഷേ കൃത്യമായ സാക്ഷിമൊഴികളുണ്ട്, CCTV തെളിവുകളുണ്ട്, ഇവരെ വണ്ടിയിൽ കയറ്റി പോകുന്നതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കേസിൽ തങ്ങളെ സമ്മർദ്ദത്തിലാക്കി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മൊഴി നൽകിയെന്നൊരു വാദം കോടതി അംഗീകരിക്കാൻ എത്രത്തോളം ഇടയുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ തവണ ഇതിനൊരു വിശദമായ വാദം നടന്നിരുന്നു. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ഈ 3 പ്രതികളും വിടുതൽ ഹർജി നൽകണമെന്നാണ് അഡീഷണൽ സെഷൻസ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ വാദം നടന്നു. ആ വാദങ്ങളിലുടനീളം
പ്രതികൾ പറഞ്ഞിരുന്നത് തങ്ങളെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമാണ് ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഞങ്ങളുടെ കുറ്റസമ്മത മൊഴി അത് നിർബന്ധിച്ചാണ് പോലീസ് രേഖപ്പെടുത്തിയതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ അത് പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് തന്നെ അതിനെ ഖണ്ഡിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ, ഒപ്പം പോലീസ് കണ്ടെത്തിയ തെളിവുകൾ ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തന്നെ ഈ വിടുതൽ ഹർജി എതിർത്തിരുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ ഒരു അഡീഷണൽ സെഷൻസ് കോടതി ഈ വിടുതൽ ഹർജിയിൽ വിധി പറയുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികളെ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴൊക്കെ അവർ ഇത് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന് കൃത്യമായി ഇവർ ഈ നരബലി തന്നെയാണ് അവിടെ നടന്നത് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ വിടുതൽ ഹർജി അതിവരെ പ്രതികളെ വിട്ടയക്കാനുള്ളൊരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പിടിയിലായ 4 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയ വാർത്ത കൂടി വരുന്നുണ്ട്. തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കും. പ്രിൻസ് പി ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാനും സ്കൂട്ടറുമായിരുന്നു, അതും കണ്ടെത്തിയിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സംഭവത്തിലെ കൊലപാതകത്തിലെയും 4 പ്രതികൾക്കെതിരെയും ഇപ്പോൾ പുറത്തുവച്ചിന് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഒപ്പം ഇപ്പോഴും ജയിലിൽ കഴിയുന്ന കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആഷിഖിനെ കസ്റ്റഡി വിട്ടുകൊടുക്കാനുള്ള അപേക്ഷയും നൽകും. എന്തായാലും സംഭവ ദിവസം സംഭവത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവർ ഓടിച്ചിരുന്ന ഒമിനി വാഹനം, ഈ വാഹനത്തിലാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ചെയ്തത്. ഈ വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ജോമോനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിൽ കയറ്റിയ ശേഷം ആഷിഖും മുഹമ്മദ് ചേർത്ത് ബിജുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ സമയം ബിജു ഉപയോഗിച്ചിട്ടുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്ന ജോമിനാണ്. ഈ വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ച ഒമിനി വാൻ കലയൻകാടിയിൽ നിന്നും ഒപ്പം ബിജുവിന്റെ സ്കൂട്ടർ തൊടുപുഴ വൈപ്പിൽ നിന്നുമാണ് പോലീസ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെടുക്കുന്നുണ്ട്, അതിനുള്ള നടപടികളുണ്ട്. ഒപ്പം മറ്റ് തെളിവുകൾ, പ്രത്യേകിച്ചും അന്ന് ഉപയോഗിച്ചിരുന്ന ബിജുവിനെ കൊടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന പെപ്പർ സ്പ്രേ, ബിജുവിന്റെ ചെരുപ്പ്, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ, മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ മുൻപേ തന്നെ കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരവാദത്തിലേക്ക് പ്രതികൾ നീങ്ങിയത്. ജോമോനുമായി ബിജുവിന് ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു. ഇത് തുടർന്ന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ പണം തിരികെ തുടർന്നാണ് ഇത്തരത്തിലൊരു തൃപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ജോമോൻ കൊലപ്പെടുത്തണം എന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് കൊട്ടേഷൻ നൽകുകയും ചെയ്തത്. തുടർന്ന് ബിജുവിനെ ഇവർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വാഹനത്തിൽ കയറ്റി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ക്രൂരമായ മർദ്ദനത്തെ തലച്ചോറ് ക്ഷതകൾക്കുകയും ഒപ്പം ആന്തരിക ഉണ്ടാകുകയും ചെയ്തതാണ് മരണത്തിലേക്ക് നയിച്ചത്. തുടർന്ന് ഈ ഗോഡൌണിൽ മാൻഹോളിൽ അകത്തിറങ്ങി, ചെടികളുടെ താഴ്ചകൾ മാൻഹോളിൽ അകത്തിറങ്ങി കുഴി എടുത്താണ് അവിടെ അദ്ദേഹം മറവ് ചെയ്തത്. അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. എന്തായാലും ഇന്ന് പ്രതികളുമായി വീണ്ടും തെളിവെടുപ്പ് നടക്കും. ഒപ്പം കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി വിട്ടുകൊടുക്കുന്ന നടപടികളും പോലീസ് അതിനുള്ള അപേക്ഷയും പോലീസ് സമർപ്പിക്കും. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. വാളയാറിൽ MDMA-യുമായി അമ്മയും മകനും പിടിയിൽ. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 ഗ്രാം MDMA ആണ് പിടികൂടിയത്. എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ലഹരി പിടികൂടുകയായിരുന്നു. അമ്മയും മകനും മകന്റെ സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻ ലാൽ, എറണാകുളം സ്വദേശിയായ അശ്വതിയുടെ മകൻ ഷോൺ സണ്ണി എന്നിവർ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് MDMA. അമ്മയും മകനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കടത്തുന്നവരുമാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ MDMA ആയിട്ട് പിടികൂടുന്നത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് ഉദ്ദേശം 12 ഗ്രാമോളം ഉണ്ട്. MDMA ആണ്, മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്.
മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ 29 ഗ്രാം ബ്രൌൺ ഷുഗർ പിടികൂടി. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി കൊളക്കാട്ടുചാലിൽ നീലാടത്ത് മലയിൽ മുഹമ്മദ് നിഷാദാണ് അറസ്റ്റിലായത്. ഐക്കരപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലായിരുന്നു ഇയാൾ പിടിയിലായത്. ചേലേമ്പ്രക്കാരനായിട്ടുള്ള 37 വയസ്സുള്ള നിഷാദ് എന്ന വ്യക്തിയെയാണ് പിടിച്ചിട്ടുള്ളത്. 31.298 ഗ്രാം ഹെറോയിനാണ് പിടിച്ചിട്ടുള്ളത്. പ്രതിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ 2020 വർഷത്തിൽ ആന്ധ്രയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് 48 കിലോ കഞ്ചാവുമായി. അതിനുശേഷമുള്ള ചെറിയ ചെറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മേജർ കേസുകളല്ല, വളരെ മൈനർ കേസുകളാണ്. ആള് ഒരു അഡിക്റ്റാണ്, ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം, കാശ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു. ഇതിപ്പോൾ ഹെറോയിനിലേക്കാണ് ഇപ്പോൾ ഈ പ്രതി ഹെറോയിനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വീട്ടുമുറ്റത്ത് കഞ്ചാവ് വളർത്തിയ യുവാവ് കൊല്ലം ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായി. കടക്കൽ സ്വദേശി സുധീഷാണ് പിടിയിലായത്. ഇയാൾ വീട്ടുവളപ്പിൽ നിന്ന് 172 സെന്റിമീറ്ററും 86 സെന്റിമീറ്ററും ഉയരമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. സ്വന്തം ഉപയോഗത്തിനായാണ് ഇയാൾ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയതെന്ന് എക്സൈസിന് മൊഴി നൽകി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കത്തി വാങ്ങിയ കൈതപ്പൊയിൽ അങ്ങാടി, കൊലപാതകം നടന്ന ഈങ്ങാപ്പുഴയിലെ വീട് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാറിൽ ഇന്ധനം നിറച്ച എസ്റ്റേറ്റ് മുക്കിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം ക്രൂരമായ പീഡനത്തിന് ഷിബില ഇരയായിരുന്നു. വളരെ കരുതിക്കൂട്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ഇയാളെ കൊണ്ടുപോവുക? ഇന്നാണ് ഏറ്റവും പ്രധാനമായ തെളിവെടുപ്പുകൾ നടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈങ്ങാപ്പുഴയിലെ ഈ കൊലപാതകം നടന്ന വീട് തന്നെയാണ്. അവിടെ അന്ന് തന്നെ ഈ ഉച്ചയ്ക്ക് എത്തുകയും സർട്ടിഫിക്കറ്റുകൾ മറ്റുമൊക്കെ കൈമാറുകയും ചെയ്തു. അതിനുശേഷമാണ് വൈകുന്നേരം നിസ്കാരം നോമ്പ് തുറക്കുന്ന സമയത്ത് എത്തുകയും പുറത്തേക്ക് വലിച്ചിറക്കി ഷിബിലെ വെട്ടുകയും ചെയ്ത്. ഇത് ആ സമീപത്ത് തന്നെ അവരെ രക്ഷിക്കാനായി എത്തിയ പിതാവിനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അവിടെയുള്ള തെളിവെടുപ്പാണ് പോലീസിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ തോതിൽ ജനക്കൂട്ടം അവിടെ തടിച്ചു കൂടുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളുമൊക്കെ ഒരുക്കി ഉചിതമായ ഒരു സമയം നോക്കിയാവും പോലീസ് സംഘം അവിടേക്ക് പോവുക. ഒപ്പം ഈ കൈതപ്പൊയിൽ അങ്ങാടിയും ഈ വീടിന് ഏതാണ്ട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അവിടെയും ഈ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസ്. ആളുകൾ വലിയ രീതിയിൽ പ്രകോപിതരാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ മേഖലകളിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ തന്നെ ജനകീയ സമിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും നൈറ്റ് മാർച്ചുകളും ഒക്കെ അവിടെ നടത്തി ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ലഹരിക്കെതിരെ ആ മേഖലകളിൽ സംഘടിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് വലിയ ഒരു പ്രതിരോധം അല്ലെങ്കിൽ വലിയൊരു പ്രകോപനം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. ഇന്നലെ 2 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഒന്നും എസ്റ്റേറ്റ് മുക്കിൽ ഈ വീട്ടിൽ നിന്നും ഈ കൊലപാതകം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ടപ്പോൾ ഇന്ധനം അടിച്ച പമ്പാണ്. ആ പമ്പിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തി. ഒപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. നാട്ടുകാർ തിരിച്ചറിഞ്ഞ ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. ആ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തും ഇന്നലെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം ഈ പ്രതിയെ വിശദമായുള്ള ചോദ്യം ചെയ്യലിനും ഇന്ന് പോലീസ് തയ്യാറാവും. ഇന്നലെ കാര്യമായ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയല്ല കാണിച്ചത്. ഉച്ച കഴിഞ്ഞാണ് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം പരിമിതമായി മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചത്. കൂടുതൽ സമയം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾക്കായി പുറത്തായിരുന്നു. ഇന്ന് ഈ 2 തെളിവെടുപ്പുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വളരെ വിശദമായി തന്നെ എന്താണ് ഈ പ്രകോപനത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ലഹരി മാഫിയകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എപ്പോഴാണ് തെളിവെടുപ്പ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ സമയം പോലീസിൽ നിന്നും ലഭിച്ചിട്ടില്ല. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.
തൃശൂർ പൂരം കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിൽ DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകാമെന്ന് മന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചു. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 5 മാസമായി. ഇതുവരെ വകുപ്പുകളെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. PV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ ഈ DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായി അന്വേഷിക്കുക? ശ്രീജ, ഈ പൂര സ്ഥലത്ത് ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ്. മാത്രമല്ല, ഈ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് CPI നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ അന്നത്തെ CPI നേതൃത്വമോ ഒക്കെ സുനിൽകുമാർ അടക്കമുള്ള അന്നത്തെ തൃശൂർ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഇത് പൂരം കലക്കി എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തന്നെയാണ് CPIക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജന്റെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴി രേഖപ്പെടുത്തുക. സഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് സമയം ലഭിക്കുന്ന മുറയ്ക്ക് മൊഴി നൽകാമെന്നൊരു കാര്യമാണ് ഉദ്യോഗസ്ഥരെ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാം നടത്തുന്ന അന്വേഷണം പൂർത്തിയായിരുന്നു. ത്രിതല അന്വേഷണമാണ് ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. 5 മാസമാകുന്നു. അതിൽ മറ്റ് വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ചാണ് മനോജ് എബ്രഹാം അന്വേഷിച്ചത്. പക്ഷേ അതിൽ മറ്റു വകുപ്പുകളുടെ കാര്യമായ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അതിനർത്ഥം ആ റിപ്പോർട്ടിൽ പറയാതെ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയെക്കുറിച്ച് തന്നെയാണ്. പക്ഷെ അത് എടുത്തു പറഞ്ഞിട്ടില്ല. മറ്റു വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അതിൽ കണ്ടെത്തലായി വന്നത് അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ മറ്റു വകുപ്പുകളുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ്. ആരോഗ്യ വകുപ്പിന്റെ ചില കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കണം. സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയെ തീരുമാനിക്കാനുള്ള പട്ടിക കേന്ദ്രത്തിന് പോയിട്ടുണ്ട്. 6 പേരുകളാണ് ആ പട്ടികയിലുള്ളത്. അതിൽ MR അജിത് കുമാറിന്റെ പേര് കൂടി ഉണ്ട്. ഈ വിജിലൻസ് അന്വേഷണം അത് വലിയ തടസ്സമാണ്. കാരണം നേരത്തെ ടോമിൻ തച്ചങ്കരിക്ക് ഇങ്ങനെ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കഴിയാതെ പോയത് ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഈ കേസ് നിൽക്കുന്നത് കൊണ്ടായിരുന്നു, വിജിലൻസ് കേസ് നിൽക്കുന്നത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗത്തിനപ്പുറത്തേക്ക് വിജിലൻസ് കേസ് കൂടി MR അജിത് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടർന്നുള്ള നടപടികൾ ബുദ്ധിമുട്ടിലാകും. അങ്ങനെ ഒരു കടമ്പ കൂടി അജിത് കുമാറിന്റെ മുമ്പിലുണ്ട്. ഈ അന്വേഷണമെല്ലാം തന്നെ വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ വിജിലൻസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അപേക്ഷ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ വരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണങ്ങൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കവടിയാറിലെ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ളത് അത് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ കാര്യത്തിലാണ് വരുന്നത്. നേരത്തെ സുജിത് ദാസ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണം ഉണ്ടായിരുന്നു. ഈ മരമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷിച്ചെങ്കിലും സുജിത് ദാസിനെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നു. ഇപ്പോൾ അജിത് കുമാർ ആകട്ടെ പലവിധ അന്വേഷണങ്ങൾക്കിടയിൽ കിടന്ന് പ്രയാസപ്പെടുകയാണ്. അല്ലെങ്കിൽ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിൽ തന്നെയാണ് പല അന്വേഷണങ്ങളും നിൽക്കുന്നത്. ഈ അന്വേഷണങ്ങൾ വേഗത്തിൽ തീർക്കുക എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. കാരണം സമയം കഴിഞ്ഞു പോകുന്നതോടുകൂടി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ ഇത് കാണാം. ഏതായിരുന്നാലും മന്ത്രി വൈകാതെ മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടാകും. PV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അനിശ്ചിതത്വം നീങ്ങി 6000 കോടിയുടെ അധിക വായ്പയ്ക്ക് ഒടുവിൽ കേന്ദ്രത്തിന് അനുമതി കിട്ടി. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കടമെടുപ്പിന് അനുമതി വൈകിയ പശ്ചാത്തലത്തിൽ ട്രഷറി നിയന്ത്രണത്തിന് ധനവകുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇന്നലെ രാത്രി വൈകി അനുകൂല തീരുമാനമെത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് 12,000 കോടി രൂപ കൂടി വായ്പയെടുക്കാൻ സംസ്ഥാനത്തിന് അർഹതയുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ജനുവരിയിൽ ധനവകുപ്പ് ആവശ്യമുന്നയിച്ചത്. അതിനിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച 5,990 കോടി രൂപയുടെ വായ്പ സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി അധിക വായ്പയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമേറിയതോടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ ക്യൂ സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് ട്രഷറി ഓഫീസർമാർക്ക് ധനവകുപ്പ് സൂചന നൽകിയിരുന്നു. വായ്പയെടുക്കാനുള്ള അവസാന അവസരം ഇന്നാണെന്നിരിക്കെ കേന്ദ്ര അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും. RBIയുടെ പ്രത്യേക അനുമതിയോടെയാകും കടപ്പത്രം പുറത്തിറക്കുക.
നടപ്പ് സാമ്പത്തിക വർഷം 47,517 കോടി രൂപയാണ് പൊതുവിപണിയിൽ നിന്ന് സംസ്ഥാനം കടമെടുത്തത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്നലെയാണ് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ഇന്നലെ ന്യൂസ് 18നോടും അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. പുതിയ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മുൻ നേതൃത്വത്തെ തിരുത്തുകയല്ല തൻ്റെ ലക്ഷ്യമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. BJP കേരളത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ തുടർച്ചയാണ് ഉണ്ടാവുക. കെ സുരേന്ദ്രനിൽ നിന്ന് തൻ്റെ പ്രവർത്തന ശൈലി വ്യത്യസ്തമായിരിക്കും, പക്ഷേ അടിസ്ഥാന തത്വം പാർട്ടിക്ക് ഒന്നേ ഉള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ന്യൂസ് 18നോട് സംസാരിക്കവേ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കെ സുരേന്ദ്രന്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് വെച്ച ചില കീ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചില ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സുരേന്ദ്രൻജിന്റെ ടേം 5 കൊല്ലം 1 മാസത്തിന്റെ ടേമും ഭയങ്കര ഒരു എഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷണൽ ടേം ആയിരുന്നു. ഞങ്ങളുടെ വോട്ട് ഷെയർ എത്രയോ വർദ്ധിച്ചു. ഞങ്ങൾ ഒരു MP ഇലക്ഷൻ ജയിച്ചു. സുരേന്ദ്രൻജിന്റെ സ്റ്റൈല് വേറെ ആയിരിക്കും, എന്റെ സ്റ്റൈൽ കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. ബട്ട് ഞങ്ങളുടെ കോർ തോട്ട് പ്രോസസ് ഈ കോൺഗ്രസും UDF-ഉം CPM-ന്റെ LDF-ലും അവരുടെ ഐഡിയോളജിയിൽ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ 2 പാർട്ടി അഴിമതിയും ആക്രമണത്തിന്റെ പാർട്ടിയായിരിക്കുന്നു. ശരിക്കും ഒരു ഓൾട്ടർനേറ്റ് ഇന്ത്യയിൽ കേരളയിൽ ഇന്ത്യയാണ് എന്നാണ് ഞങ്ങൾ ആദ്യവും പറഞ്ഞത്, ഇനിയും പറയാൻ പോകുന്നത്. സംസ്ഥാന BJPയിൽ ഇനി ഗ്രൂപ്പുകൾക്ക് ഒരു പ്രസക്തിയുമില്ലെന്ന് കൂടി അദ്ദേഹം പറയുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ ഒരിക്കലും ഒഴിവാക്കുകയില്ല, അവർക്കെല്ലാം കൃത്യമായ പരിഗണനയും ചുമതലകളും കേന്ദ്ര നേതൃത്വം ഉറപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ Q18-ൽ പറഞ്ഞു. ഫാക്ഷനലിസം ഇവിടെ ഒരു വിഷയമായിരുന്നു. ഇതോടുകൂടി ആ വിഷയങ്ങളെല്ലാം അവസാനിച്ചു, അങ്ങനെയാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ 1 കൊല്ലം ചില്ലറ ദിവസത്തില് അങ്ങനെ ഗ്രൂപ്പിസമായിട്ട് കണ്ടിട്ടില്ല. പണ്ടുണ്ടെങ്കിലും ഇന്ന് ഈ ഒരു ദൗത്യം, ഈ ഒരു മിഷൻ മുമ്പോട്ട് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് ശോഭാ സുരേന്ദ്രൻജി, കുമ്മനം രാജേട്ടൻ, V മുരളീധരൻ, സുരേന്ദ്രൻജി, ഞാന് എല്ലാവരും ഇരുന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു കോമൺ ഗോൾ മുമ്പിൽ വെച്ച് നമ്മൾ അധ്വാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ ഫിനോമിനന്റെ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ കെ സുരേന്ദ്രൻ മാറുന്നു, ശോഭാ സുരേന്ദ്രനുണ്ട്, അങ്ങനെ MT രമേശ് അടക്കം. ഇവർക്കൊക്കെ ഇനി പാർട്ടിയിൽ എങ്ങനെയായിരിക്കും ഇവരെ ഇനി പ്ലേസ് ചെയ്യാൻ പോകുന്നത്? കേരള രാഷ്ട്രീയത്തിനെ പറ്റി അവർക്ക് എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് എല്ലാം പാർട്ടിക്ക് ഉപയോഗിക്കണം, പാർട്ടിയെ ഡിപ്ലോയ് ചെയ്യണം. ഒരു പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എല്ലാം പാർട്ടി തീരുമാനിക്കും. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി കുട്ടി ക്രിക്കറ്റ് വിശേഷങ്ങൾ. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 1 വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന ജയം. 210 റൺസ് വിജയലക്ഷ്യം 3 പന്ത് മാത്രം ശേഷിക്കെയാണ് മറികടന്നത്. 31 പന്തിൽ 66 റൺസുമായി അവസാനം വരെ പോരാടിയ അശുതോഷ് ശർമ്മയാണ് ലക്നൌവിൽ നിന്ന് മത്സരം റാഞ്ചിയെടുത്തത്. 75 റൺസ് എടുത്ത നിക്കോളസ് പുരാനും 72 റൺസ് എടുത്ത മിച്ചൽ മാഷുമാണ് ലക്നൌവിന് മികച്ച സ്കോർ നൽകിയത്. Goes straight down the ground. He's won it with a straight 6. Unbelievable from Ashutosh and the Delhi Capitals. They look dead and buried in this game, but they never gave up hope. എന്തൊരു മനുഷ്യനാണ് അശുതോഷ് ശർമ്മ. അസാധ്യമെന്ന് തോന്നിയ ഘട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ടീമിനെ തോളിലേറ്റിയ ഇന്നിംഗ്സ്. വിജയം ആഘോഷിക്കാൻ തുടങ്ങിയ ലക്നൌ ആരാധകരുടെ നെഞ്ചിലേക്കാണ് തീ കോരിയിട്ടത് അശുതോഷ്. Straight down the ground. Well, he's certainly going to try. That's another down the ground, another maximum. മുൻനിര വീണെങ്കിലും മിഡിൽ ഓർഡറും വാലറ്റവുമാണ് ഡൽഹിക്ക് കരുത്തായത് എന്ന് പറയാതെ വയ്യ. മുൻനിരയിൽ മാനം കാക്കാൻ 29 റൺസ് എടുത്ത ഡ്യൂപ്ലസി മാത്രമാണ് ഉണ്ടായിരുന്നത്. Oh, that's gone a long way up.
will take some catching. Oh, well done. Oh, out! There's another one. Oh, beautiful. What a take that is as well. വലിയ വിജയലക്ഷ്യത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഡൽഹിയുടെ ബാറ്റർമാർക്ക്. 22 റൺസ് എടുത്ത് അക്സർ പട്ടേൽ വീഴുമ്പോൾ ഡൽഹിയുടെ സ്കോർ കാർഡ് അത് 4 വിക്കറ്റിന് 50 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീടാണ് പോരാട്ടം തുടങ്ങിയത്. That'll be a boundary because this is a fast outfield. Oh, that's gone up. That's gone up. Long way up and long enough too. 34 റൺസുമായി ട്രിസ്റ്റൻ സ്റ്റബ്സ് 39 റൺസ് എടുത്ത് വിപ്രാജ് നിഗം അതുക്കും മേലെ അശുതോഷിന്റെ ഇടിവെട്ടും. Nicely played. First one's up in the air. 50 up for Ashutosh. A brilliant 50 from just 28 deliveries. വിശാഖപട്ടണത്ത് പക്ഷേ ആദ്യം വെടിക്കെട്ട് തീർത്തത് ലക്നൌവിന്റെ പുരാനും മിച്ചൽ മാർഷുമായിരുന്നു. ഏഡൻ മാർക്രം 15 റൺസ് എടുത്ത് പുറത്തായതോടുകൂടിയാണ് ഇരുവരും ക്രീസിൽ ഒന്നിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിന്റെ 3 വിക്കറ്റും കുൽദീപ് യാദവിന്റെ 2 വിക്കറ്റ് നേട്ടവുമാണ് ലക്നൌവിന്റെ റൺ റേറ്റിനെ ഇടയ്ക്ക് ഒന്ന് കുറച്ചത്. ജയം സ്വന്തമായില്ല എന്നത് മാത്രമല്ല, 0-ന് പുറത്തായതിന്റെ ക്ഷീണവും ഉണ്ടാവും ലക്നൌ നായകൻ ഋഷഭ് പന്തിന്. ഇന്നത്തെ കളി നോക്കാം. IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് 11-ഉം ഗുജറാത്ത് ടൈറ്റൻസുമാണ് ഏറ്റുമുട്ടുന്നത്. അഹമ്മദാബാദിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്തിനെ നേരിടാൻ പഞ്ചാബ് എത്തുമ്പോൾ കഴിഞ്ഞ തവണ കൊൽക്കത്തയെ കിരീട നേട്ടത്തിലെത്തിച്ച ശ്രേയസ് അയ്യരാണ് നായകസ്ഥാനത്ത്. ഏത് IPL സീസൺ തുടങ്ങുമ്പോഴും പഞ്ചാബായിരിക്കും സാധ്യതകളിൽ മുൻപന്തിയിൽ. പേര് പോലെ തന്നെ കിങ്സ് 11. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്നും നിരാശയാണ് പഞ്ചാബിന്റെ ആരാധകർക്ക്. പുതിയ സീസണിൽ പുതിയ തുടക്കം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി വീണ്ടും പഞ്ചാബ് എത്തുമ്പോൾ ഒരിക്കൽ കൂടി പ്രതീക്ഷ വെക്കുകയാണ് പഞ്ചാബ് ആരാധകർ. കഴിഞ്ഞ സീസണിന് ശേഷം പ്രഭ്സിമ്രൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയും മാത്രമാണ് പഞ്ചാബ് നിലനിർത്തിയത്. അർഷദീപിനെയും ഹർപ്രീത് ബ്രാറിനെയും ലേലത്തിൽ തിരിച്ചുപിടിക്കുകയായിരുന്നു. ബാക്കിയെല്ലാം പഞ്ചാബിന് പുതുമുഖങ്ങളാണ്. പക്ഷേ എല്ലാം കിടിലൻ താരങ്ങളും. റിക്കി പോണ്ടിങ്ങിന്റെ കീഴിൽ എക്കാലത്തെയും മികച്ച സംഘത്തെ ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു മാനേജ്മെന്റ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ശേഷം നേരെ പഞ്ചാബിലേക്കാണ് നായകൻ ശ്രേയസ് അയ്യർ എത്തിയത്. റൺസ് അടിച്ചുകൂട്ടാൻ ഗ്ലെൻ മാക്സ്വെല്ലും സ്റ്റോയിനിസുമുണ്ട്. ബൗളിംഗിൽ കരുത്താകാൻ ലോക്കി ഫെർഗ്യൂസനും ചാഹലും. എങ്ങനെയൊക്കെ നോക്കിയാലും പഞ്ചാബിന്റെ രാജകുമാരന്മാർക്ക് സിംഹാസനം സ്വപ്നം കാണാം ഇത്തവണ. ഇനി മറുവശത്താര വലിയ മാറ്റങ്ങളില്ലാതെ എത്തുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. കാര്യങ്ങൾ ടൈറ്റാക്കാനുള്ള ശ്രമത്തിലാണ് ശുഭ്മാൻ ഗിൽ, ഇംഗ്ലീഷ് കരുത്തൻ ജോസ് ബട്ട്ലർ, അഫ്ഗാൻ വീര്യം റാഷിദ് ഖാൻ, വണ്ടർമാൻ രാഹുൽ തവാത്തിയ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാഗിസോ റബാഡയും ജെറാൾഡ് കോട്സിയും. ഇങ്ങനെ നീളുന്നു ഗുജറാത്തിന്റെ നിര. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ സ്വഭാവം പക്ഷേ പ്രവചിക്കുക പ്രയാസമാണ്. 160 പോലും അവിടെ ഭേദപ്പെട്ട സ്കോറായിരിക്കും. 18ന്റെ മധുരത്തിലേക്ക് എത്തിയ IPL-ൽ ഇനിയും കിരീടം നേടാൻ കഴിയാത്ത പഞ്ചാബ് കിങ്സ് 11 ആയിരിക്കുമോ, അതോ ആദ്യ മത്സരത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ അവസരത്തിൽ തന്നെ മിന്നിത്തിളങ്ങിയ ഗുജറാത്തിനായിരിക്കുമോ ഈ മത്സരദിനം സന്തോഷകരമാവുക? കാത്തിരിക്കാം. ശരി, ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് നമ്മൾ. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാറിന്റെ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധമുയരും. ഇന്നലെ ഭരണപക്ഷമാണ് സഭ സ്തംഭിപ്പിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെതിരെ കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ വിഷയം ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പാർലമെന്റിലേക്ക് കൂടി ഈ വിഷയം DK ശിവകുമാറിന്റെ പ്രസ്താവന എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പതിവില്ലാതെ ഇന്നലെ ഭരണപക്ഷം തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു പാർലമെന്റിൽ. പ്രത്യേകിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതായത് DK ശിവകുമാറിന്റെ പരാമർശമാണ്, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പരാമർശമാണ് ആയുധമാക്കിയത് ഭരണപക്ഷം. പാർലമെന്ററി കാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ന്യൂനപക്ഷ സംവരണത്തിനായി ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെ DK ശിവകുമാർ തന്നെ തൻ്റെ പരാമർശത്തിൽ വിശദീകരണമായി രംഗത്ത് വരുന്നതും കണ്ടു. DK ശിവകുമാർ പറയുന്നത് അത്തരമൊരു പരാമർശം താൻ നടത്തിയിട്ടില്ല, മറിച്ച് ഒരു അഭിമുഖത്തിലെ പരാമർശം വളച്ചൊടിച്ച്
BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കാരണം സഭയ്ക്കകത്ത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്ത അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇത്തരം ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്ന വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. DK ശിവകുമാർ തന്നെ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടന അതിൽ ഭേദഗതി വരുത്താൻ കഴിയില്ലെന്ന വിശദീകരണം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ DK ശിവകുമാർ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ്. പക്ഷേ ഇന്ന് വീണ്ടും സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയായിരിക്കും തീരുമാനം. കാരണം ഈ മറുപടി പോരാ എന്നൊരു നിലപാടാണ് ഏതായാലും ഭരണപക്ഷം ഈ ഘട്ടത്തിലും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നേക്കാം. സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകത്തിൽ JDS BJP നടത്തുന്ന സമരങ്ങളോട് അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ. പ്രത്യേകിച്ച് JDSലെ ചില നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. മറ്റ് വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാണെന്ന്, സമരം ചെയ്യാനടക്കം തയ്യാറാണ്. പക്ഷേ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ സമരത്തിനില്ല എന്ന പ്രതികരണമാണ് JDSന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത്. പക്ഷേ കുമാരസ്വാമി ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് DK ശിവകുമാറിനെതിരെ പരസ്യ പ്രതിഷേധത്തിനുണ്ടാകും എന്ന നിലപാടാണ് കുമാരസ്വാമിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രാകേഷ്, ഇതോടൊപ്പം ദേശീയ തലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമാവുന്ന മറ്റൊന്ന് ഏക്നാഥ് ഷിൻഡെക്കെതിരായ പരാമർശവും കുനാൽ കമ്രയുടെ പരാമർശവും അതിനെതിരായ വിവാദവും ഒക്കെയാണ്. ഇപ്പോൾ കുനാൽ കമ്ര ഈ വിഷയത്തിൽ മാപ്പ് പറയില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുന്നില്ലെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. വിവാദങ്ങൾ ഒരു അക്രമത്തിലേക്കൊക്കെ, കമ്രയുടെ സ്റ്റുഡിയോയ്ക്ക് തീയിടുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എന്ത് നിലപാടാണ് കുനാൽ കമ്ര എടുക്കുന്നത്? അതിന് എത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട്? ശ്രീജ, ഈ വിവാദത്തിൽ കുനാൽ കമ്രയുടെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കുനാൽ കമ്ര ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് ഈ പരാമർശങ്ങളിൽ മാപ്പ് പറയാൻ കുനാൽ കമ്ര തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. അതേതായാലും അദ്ദേഹം തള്ളിക്കളയുകയാണ്. മറിച്ച് അദ്ദേഹം പറയുന്നത് താൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മാത്രവുമല്ല ഈ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടാനും ഉദ്ദേശിക്കുന്നില്ല. അതാണ് കുനാൽ കമ്രയുടേതായുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പോലീസ് അന്വേഷണം നടക്കട്ടെ, കോടതിയും വിശ്വാസമുണ്ട്, ആ അന്വേഷണവുമായി ഏതു തരത്തിലും സഹകരിക്കാൻ തയ്യാറാണ്, കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് നിരന്തരം സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട്, അക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ നമ്പർ ചിലർ ചോർത്തുന്നുണ്ട്, അവരോടും ആ നമ്പർ ലഭിച്ച് വിളിക്കുന്നവരോടും പറയാനുള്ളത് തൻ്റെ അജ്ഞാത കോളുകളൊക്കെ തന്നെ വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്, അവിടെ നിങ്ങൾക്ക് ചില വെറുക്കപ്പെട്ട പാട്ടുകൾ കേൾക്കേണ്ടി വരും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കാരണം ഈ മാധ്യമം, ഈ സർക്കസ് എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യം അത് 159-ാം സ്ഥാനത്താണ് എന്നുകൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ ഇല്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി കുനാൽ കമ്ര ആവർത്തിക്കുകയാണ്. മറുവശത്ത് ഏതായാലും കുനാൽ കമ്രയ്ക്കെതിരെ ഇപ്പോൾ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം നടത്തിയ പരിപാടി നടന്ന സ്റ്റുഡിയോ ആക്രമിച്ച 11 ശിവസേന പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഏതായാലും വിവാദം അവസാനിക്കുന്നില്ല, ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഇല്ല എന്നുകൂടി കുനാൽ കമ്ര ആവർത്തിക്കുകയാണ്. ശ്രീജ. ശരി, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ ഒന്നിച്ച് നിലംപൊത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്താതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്. കോഴിക്കോട് NITയിലെ വിദഗ്ധർ അടങ്ങുന്ന സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ റിപ്പോർട്ടും പരിഗണിക്കപ്പെട്ടില്ല. നിർമ്മാണം നടത്തുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 2 വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. തൊഴിലാളികളുടെ വീഴ്ചയാണ് തകരാറിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മേൽപ്പാല നിർമ്മാണത്തിനായി ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന NHI നിർമ്മിക്കുന്ന 18-19 തൂണുകൾക്കിടയിലെ 3 ഗർഡറുകളാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒന്നിച്ച് നിലംപൊത്തിയത്. നിലവിൽ ഗർഡറുകൾ തകർന്ന സംഭവം പൂർത്തിയായ നിർമ്മാണങ്ങളെ സംബന്ധിച്ചും ആശങ്ക നൽകുന്നു എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം.
അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് NIT പോലെയുള്ള സ്വതന്ത്ര ഏജൻസി തകർച്ചയെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചതും. എന്നാൽ തലനാരിഴയ്ക്ക് ആളുകളുടെ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ട അപകടത്തെ സംബന്ധിച്ച് അന്വേഷണത്തിന് തലവേദന ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സംസ്ഥാനം. നിലവിലെ ദേശീയപാത നിർമ്മാണത്തിന്റെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ പണിത വിദഗ്ധ ടീം കേരള PWDക്ക് ഉണ്ടെന്നിരിക്കെയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ തുനിയാത്ത സംസ്ഥാനത്തിന്റെ നിസ്സംഗത. റെയിൽവേ കൺസൾട്ടന്റ് C പത്മജൻ, നാഷണൽ ഹൈവേ വിഭാഗം ഉദ്യോഗസ്ഥൻ TL വർമ്മ എന്നിവരാണ് നിലവിൽ അന്വേഷിക്കുന്നത്. നാളെ റിപ്പോർട്ട് ലഭ്യമായേക്കും. അതിനുശേഷം മാത്രം മതി ഇടപെടലെന്ന തണുപ്പൻ തീരുമാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൈമറിലി ഇതൊരു നാഷണൽ ഹൈവേയുടെ ഒരു ബർഡൻ ആണല്ലോ ഇതിനെ പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം. നാഷണൽ ഹൈവേ ആണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ അവരാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുടെ ഒരു അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കത് ഗവൺമെൻറ്റിൻ്റെ ഇത് ലെവലിൽ ഇത് സൂചിപ്പിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ. ടൺ കണക്കിന് ഭാരമുള്ള ഗർഡറുകൾ വീണത് തൊഴിലാളികളുടെ വീഴ്ചയായി കാണിച്ച് തലയൂരാനാണ് NHAയുടെ നീക്കം. ഗർഡറുകളും പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാങ്ക് തടി തൊഴിലാളികൾ മറ്റൊരു വശത്തേക്ക് ഇളക്കി മാറ്റിയത് അപകട കാരണമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. അതേ വിലയിരുത്തൽ തന്നെയാണ് കേന്ദ്ര അന്വേഷണ സംഘവും നീങ്ങുന്നതെന്നാണ് സൂചന. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉടൻ പാക്കിംഗ് വെച്ചത് ഇത് ബലപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇവർ ആ ദിവസം അതിനകത്ത് തൊഴിലാളികൾ ഈ പാക്കിംഗ് എടുത്ത് മാറ്റി, ഈ ഔട്ടർ ഗാർഡറിൻ്റെ പാക്കിംഗ് എടുത്ത് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ഇത് പ്ലേസ് ചെയ്ത ഉടനെ തന്നെ ഇന്റർ കണക്റ്റിംഗ് ബ്രേസിംഗ് ബീംസുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് 3 എണ്ണത്തിന് ചെയ്തിരുന്നു, 4ാമത്തെ എണ്ണത്തിന് ചെയ്തിരുന്നില്ല, ഔട്ടർ സൈഡിൽ ചെയ്തിരുന്നില്ല. അതേസമയം അപകടം നടന്ന ദിവസം മുതൽ തകർന്ന ഗർഡറുകളുടെ അവശിഷ്ടങ്ങൾ കരാർ കമ്പനി അപകട സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തു തുടങ്ങിയിരുന്നു. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ സംസ്ഥാനത്തിന് പരിശോധന നടത്താൻ പോലും ഒന്നും അവശേഷിക്കുന്നില്ല. അപകടം നടന്ന സ്ഥലത്ത് മാത്രമല്ല പണി പൂർത്തിയായ മറ്റു ഗർഡറുകൾ കൂടി സ്ഥാപിച്ചിരിക്കുന്നത് ശരിയായ വിധമാണോ എന്ന് ദേശീയപാതാ വിഭാഗം ഇതിനോടകം തന്നെ പരിശോധന നടത്തി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റിടങ്ങളിലും ആശങ്ക നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ഗർഡറുകൾക്കുള്ളിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെസ്സിംഗ് കേബിളുകൾക്ക് ബലക്ഷയമുണ്ടോ എന്നതടക്കമുള്ള ഗൗരവകരമായ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അന്വേഷണത്തിൽ പോലും ഇടപെടാതെയുള്ള കൈകഴുകൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗർഡറുകൾ തകർന്നു വീണ് അപകടം സംഭവിച്ച സ്ഥലമാണിത്. അപകടത്തിന്റെ അവശേഷിപ്പുകൾ ഓരോ ദിവസവും കരാർ കമ്പനി നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലവും ആലപ്പുഴയും ബൈപ്പാസ് പണിത ഒരു എക്സ്പെർട്ട് ടീം കേരള PWDക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ അപകടത്തിന്മേൽ സംസ്ഥാന സർക്കാർ ഗൗരവകരമായ ഒരു അന്വേഷണം നടത്താത്തത്? ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. AKG സെന്റർ പ്രവർത്തിക്കുന്ന ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം. കേരള സർവകലാശാലയുടെ ഭൂമിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിനായി 1977 സർക്കാർ പതിച്ചു നൽകിയത്. ഇവിടെ CPMന്റെ സംസ്ഥാന സമിതി ഓഫീസ് പ്രവർത്തിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ഭൂമി തിരിച്ചെടുക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറോട് ആവശ്യപ്പെട്ടത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EK നയനാർ 1977 മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് നൽകിയ കത്താണിത്. AKGയുടെ സ്മരണ മുൻനിർത്തി തിരുവനന്തപുരത്ത് സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള ഒരു റിസർച്ച് സെന്ററും ലൈബ്രറിയും നിർമ്മിക്കണം. അതിനായി ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ തെക്കുഭാഗത്തുള്ള സ്ഥലം അനുവദിക്കണം. നയനാരുടെ ഈ കത്ത് പരിഗണിച്ചാണ് സർവകലാശാലയുടെ 34 സെന്റ് സ്ഥലം മുഖ്യമന്ത്രി AK ആന്റണി CPMന് വിട്ടു നൽകിയത്. AKG പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങിയെങ്കിലും പിന്നീടത് CPMന്റെ സംസ്ഥാന സമിതി ഓഫീസായി മാറി. ഔദ്യോഗികമായി ഒരിടത്തും സംസ്ഥാന സമിതി ഓഫീസാണെന്ന് CPM പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാന സമിതിക്ക് പുതിയ ആസ്ഥാനം വരുന്ന പശ്ചാത്തലത്തിലാണ് ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ സ്ഥലം തിരിച്ചെടുക്കണമെന്ന ആവശ്യമുയരുന്നത്. AKG സെന്ററിന് ഭൂമി അലോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ സർവകലാശാലയിലോ ഗവൺമെന്റിലോ ഗവൺമെന്റിന്റെ ആർക്കൈവ്സിലോ ഇല്ല. അപ്പോൾ ബോധപൂർവം അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ NABH ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ 61 ആയുർവേദ ഡിസ്പെൻസറികൾക്കും ഒരു സിദ്ധ ഡിസ്പെൻസറിക്കും ഹോമിയോ വകുപ്പിലെ 38 ഡിസ്പെൻസറികൾക്കുമാണ് NABH അംഗീകാരം ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ 150 സർക്കാർ ആയുഷ് സ്ഥാപനങ്ങൾക്ക് NABH അംഗീകാരം ലഭിച്ചിരുന്നു. ഈ സർക്കാരിന് കാലത്തത് 250 സ്ഥാപനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്.
ഇനി ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ടുള്ളവർക്കുള്ള ആശംസകളാണ്. ആദ്യം തൃശൂർ മനപ്പടി സ്വദേശികളായ ഷിജിൻ്റെയും മീജിയുടെയും 12ാം വിവാഹ വാർഷികമാണ്. അച്ഛനും അമ്മയ്ക്കും ആശംസകൾ പറയുന്നത് അവരുടെ കുഞ്ഞുമകൻ അനശ്വരാണ്. രണ്ടുപേർക്കും, ഷിജിനും മീജയ്ക്കും, ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളെ ആശംസകൾ അറിയിക്കാം. നമുക്കൊന്നിച്ച് ആ ആഘോഷങ്ങൾ ഭംഗിയാക്കാം. എന്തായാലും ഇതോടെ തൽക്കാലത്തേക്ക് രാവിലെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഇതിനുശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം പോലീസ് പെട്രോളിൽ.